ശബരിമല സ്വർണ്ണക്കടത്തിന്റെ മറിമായം എവിടെയാണ്? വളരെ കൃത്യമായ ചില വിവരങ്ങളാണ് ഇപ്പം പുറത്തു വരുന്നത്. 1998 ശബരിമലയിലെ ശ്രീകോവിലും അവിടുത്തെ ദാരുശില്പങ്ങളും അവിടെയുള്ള മറ്റ് സ്ഥലങ്ങളിലെല്ലാം സ്വർണം പൂശാനായിട്ട് അവിടെ വിജയമല്യ സംഭാവന ചെയ്ത സ്വർണം കൊണ്ടാണ് അവിടെ പൂശുകളെല്ലാം അല്ലെങ്കിൽ പാളി ഒട്ടിപ്പലെല്ലാം നടന്നത്. 60 ജോലിക്കാർ ഏകദേശം 3 മാസവും അവിടെ താമസിച്ചാണ് ഇത് ചെയ്തെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ശില്പങ്ങളിൽ സ്വർണം പൂശണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 ജൂലൈ 5 ബോർഡിന് ഒരു കത്ത് നൽകുന്നിടത്താണ് തട്ടിപ്പിന്റെ തുടക്കം. അതിനു മുമ്പുള്ള തട്ടിപ്പ് ഉണ്ടോ, അതാരെങ്കിലും നടത്തിയിട്ടുണ്ടോ, അത് കണ്ടുപിടിക്കാനും സാധ്യത വളരെ കുറവാണ്. 1998 ശേഷം 2019 ഈ മറിമായത്തിന്റെ ചില കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതിനു മുമ്പ് നടന്ന ഈ കള്ളക്കണക്കും സ്വർണം ഒട്ടിയിലും സ്വർണം തേപ്പും ഒക്കെ എങ്ങനെയാണ് നടത്തിയത്, ആരൊക്കെയാണ് നടത്തിയെന്നുള്ള കാര്യത്തെപ്പറ്റിയൊന്നും ഇപ്പം വലിയ സംശയങ്ങളൊന്നും ഇതുവരെ ഇല്ല. അത് പരിശോധിച്ചെങ്കിൽ മാത്രമേ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ 2019 ജൂലൈ 5 ഇപ്പോഴത്തെ ഈ മറിമായത്തിന്റെ തുടക്കം. ഒരു ലെറ്റർ അങ്ങോട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്. ഇതിനൊരു മറുപടി ദേവസ്വം ബോർഡ് 2019 പ്രസിഡന്റ് കൊടുത്തു. ചെമ്പുപാളിയിലെ സ്വർണം പൂശി തിരിച്ചെത്തിക്കാനാണ് ഉത്തരവ്. കള്ളം കപ്പലിൽ തന്നെ ഉണ്ട്. ഇവിടെയാണ് ആ മറിമായം നടന്നിരിക്കുന്നത്. 98 വിജയമല്യ സ്വർണം പൊതിഞ്ഞ പാളികൾ എങ്ങനെ ചെമ്പായി 2019 ജൂലൈ 5? അതിൻ്റെ മറുപടിയിലും ചെമ്പാണ് പൂശാൻ കൊടുത്തത്. ഇവിടെയാണ് ദേവസ്വം ബോർഡിലെ അന്നത്തെ ഭാരവാഹികൾ സമാധാനം പറയേണ്ടത്. അന്നത്തെ പ്രസിഡന്റ് തീർച്ചയായിട്ടും ഉത്തരം പറയേണ്ടി വരും. അദ്ദേഹം പ്രതിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്താനും അതിൻ്റെ കമ്മീഷൻ കൈപ്പറ്റിയിട്ടുണ്ടോ ഒന്നും അറിയില്ല. ആരും അങ്ങനെ ഫ്രീ ആയിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. രണ്ടാമത്, ശബരിമല പോലെയുള്ള ഭഗവാൻ അയ്യപ്പൻ്റെ അവിടുന്ന് ഒരു സാധനവും വെളിയിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് നിയമം. അതെല്ലാവർക്കും അറിയാം, അവിടുത്തെ സാധാരണക്കാരന് വരെ അറിയാം. അവിടെ ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ടോപ്പ് ടു ബോട്ടം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം മെമ്പേഴ്സ് എന്ന് വേണ്ട തിരുവാഭരണ കമ്മീഷണർ അവരുൾപ്പെടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ശബരിമലയിലുള്ള ഭഗവാൻ ശ്രീ അയ്യപ്പൻ്റെ അവിടുന്ന് ഒരു സാധനം വെളിയിൽ കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ടല്ലേ 44 പവനോളം 44 കിലോയോളം സ്വർണം അവിടെ പൂശാനായിട്ട് അവിടെ തന്നെ ആൾക്കാരെത്തി ആ സ്വർണം പൂശുകയും പാളികൾ അവിടെ പൊതിയുകയും ചെയ്തേ. അതാണ് അവിടുത്തെ ചിട്ട നടപ്പ്. അത് ഹൈക്കോടതി നിരീക്ഷണത്തിൽ പല കാര്യങ്ങളും അങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഹൈക്കോടതിക്ക് അറിയാം ശബരിമലയിൽ കൃത്യമായ ഒരു മേൽനോട്ടം ഇല്ലെന്നുണ്ടെങ്കിൽ ധാരാളം പണങ്ങൾ അവിടുന്ന് അടിച്ചു മാറ്റപ്പെടും എന്നറിയാം. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ദേവസ്വം ബോർഡ് ബെഞ്ചിന് തന്നെയുണ്ട് ഹൈക്കോടതിയിൽ. ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവുകളും പരിശോധനകളും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇത്രയെങ്കിലും സ്വർണങ്ങൾ കാത്തു സൂക്ഷിക്കാനായിട്ടും ഇത്രയെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കാനും സാധിക്കും. ഹൈക്കോടതിയുടെ കൃത്യമായ ഒരു മേൽനോട്ടം ഉള്ളതുകൊണ്ട് കള്ളന്മാർക്ക് പലർക്കും മോഷ്ടിക്കാനുള്ള അവിടുന്ന് അടിച്ചു മാറ്റാനുള്ള ദൊരയുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ അവർ പിന്മാറുന്നതിൻ്റെ കാരണം ശക്തമായ കയ്യ് ഹൈക്കോടതിയുടെ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് പിടിക്കപ്പെടും. അതുകൊണ്ടാണ് പല രീതിയിലുള്ള മോഷണങ്ങൾ തടയാൻ സാധിക്കുന്നത്. എങ്കിലും ഇപ്പം നടന്ന മറിമായത്തിലെ അവിടുത്തെ പാളികൾ അഴിച്ചപ്പോൾ 42,800 കിലോഗ്രാം ഉണ്ടായിരുന്നു. അത് ചെന്നൈ ചെന്നപ്പം 38 കിലോ 250 ഗ്രാമായി മാറി. അതെങ്ങനെ 4 കിലോ 550 ഗ്രാം എവിടെ പോയി? ഇവിടുന്ന് അവിടം വരെ സഞ്ചരിച്ചപ്പം ഇത്രയും കിലോയുടെ വ്യത്യാസം. അവരുടെ കണക്കനുസരിച്ച് അവിടെ 42,800 കിലോഗ്രാം പാളി ഇതിൽ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നത്
അവിടെ ചെന്ന് 38 കിലോ 250 ആയി മാറി. 4 കിലോ 550 ഗ്രാമിന്റെ വ്യത്യാസം അവിടെ തന്നെ വന്നിരിക്കുന്നു. ദാരുശില്പങ്ങൾ ചെന്നൈയിൽ കൊണ്ടുപോയപ്പോൾ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അല്ലെങ്കിൽ കൊണ്ടുപോയപ്പോഴും തിരിച്ചു വന്നപ്പോഴും ഒരു മഹസർ തയ്യാറാക്കണമെന്നുണ്ട്. ആ മഹസറിൽ കൃത്യമായി ഒപ്പ് വീഴേണ്ടത് തിരുവാഭരണ കമ്മീഷണറും ദേവസ്വത്തിന്റെ സ്മിത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പറൈറ്റർ, അല്ലെങ്കിൽ പണ്ട് നമ്മൾ തട്ടാനെന്നാണ് പറയുന്നത്. അവിടുത്തെ സ്വർണത്തിന്റെ കാര്യങ്ങൾ മാറ്റി നോക്കാനും അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ദേവസ്വം വക സ്മിത്ത്, അദ്ദേഹവും തിരുവാഭരണ കമ്മീഷണറും എന്ത് സാധനം അവിടുന്ന് കൊണ്ടുപോയാലും ശരി അതിനകത്ത് ഒപ്പിടണം. പക്ഷെ രണ്ടുപേരും കൊണ്ടുപോയപ്പോഴും വന്നപ്പോഴും ഒപ്പിട്ടില്ല. ഇതാരാണ് കളിച്ചത്? അതുകൊണ്ട് ധർമ്മശാസ്താവിന്റെ ശ്രീകോവിലിലെ ഒരു സാധനങ്ങൾ പുറത്തു കൊണ്ടുപോകുമ്പം അതിന് കൊണ്ടുപോകേണ്ടി വന്നാൽ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ്. അഥവാ കൊണ്ടുപോയാലും സ്വർണമല്ലാത്ത ഏത് സാധനമായാലും ശരി അതിനകത്ത് ദേവസ്വം ബോർഡിന്റെ അനുവാദം വേണം. അതുപോലെ തന്നെ അവിടുത്തെ ഒരാൾക്കും ഒരു സാധനം പുറത്തു കൊണ്ടുപോകാനുള്ള ഒരു നിർദ്ദേശം കൊടുക്കാനോ അതിന് ഒപ്പിട്ട് കൊടുക്കാനോ അവകാശമില്ല എന്നുള്ളതാണ്. ദേവസ്വം ബോർഡിനോ അതിൻ്റെ പ്രസിഡന്റിനോ അവിടുത്തെ കമ്മീഷണർക്കോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കോ അത് തന്ത്രിക്കോ പോലും അതിന് അവകാശമില്ല, അധികാരമില്ല എന്ന ഒരു കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ മറിമായത്തിൻ്റെ ഉത്തരവാദിത്വം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അതോടൊപ്പം തന്നെ ആ പോറ്റിക്കും, മറ്റൊരു കാര്യം അതിൻ്റെ അവിടുത്തെ കമ്മീഷണർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് അവരറിയാതെ ഒരു സാധനം അവിടുന്ന് നീങ്ങാൻ കഴിയില്ല. അങ്ങനെയാണ് അവരറിയാതെയാണ് നീങ്ങിയിരിക്കുന്നെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ടാണ് അവരറിയാതെ വന്നത്? കണ്ണടച്ചോ അവർ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. ഏതായാലും വിജയം മല്യ 98 കൊടുത്ത ആ സ്വർണത്തിൻ്റെ മാറ്റിന് യാതൊരു അഭംഗിയില്ല. അത് ഒറിജിനൽ സ്വർണമായിരുന്നു, 24 കാരറ്റാണ്. അപ്പൊ ആ സ്വർണത്തിന് പിന്നീട് 2019 നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നോക്കിയപ്പോൾ അത് മങ്ങിയിരിക്കുന്നു. സ്വർണത്തിന് എവിടെയാണ് മങ്ങല്? മാറ്റ് എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? അത് തിളങ്ങി ഒന്ന് തുടച്ചു കൊടുത്താൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അതിന് മങ്ങലേറ്റിരിക്കുന്നു. പക്ഷെ അദ്ദേഹം ബുദ്ധിപൂർവ്വം 2019 അന്നത്തെ പ്രസിഡന്റ് കൊടുത്ത ലെറ്ററിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നു, ചെമ്പില് സ്വർണം പൂശാൻ. അദ്ദേഹം തിരിച്ചു കൊടുത്തിരിക്കുന്ന ഉത്തരവിനകത്തും ചെമ്പ് സ്വർണം പൂശി തിരിച്ചേൽപ്പിക്കാൻ. പക്ഷെ അവിടെയാണ് രണ്ടുപേരും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള പോലെ നമുക്ക് തോന്നുന്നത്. മറിമായം അവിടെ നടന്നു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല രേഖകളും ഇതുപോലെ സൃഷ്ടിച്ചിട്ടുണ്ടാവും. അത് പിന്നീട് നോക്കേണ്ട കാര്യമാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു സംഭവം നോക്കിക്കഴിഞ്ഞാൽ ശബരിമലയിൽ ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്തി അവിടുത്തെ എന്തൊക്കെ സ്വത്തുക്കളുണ്ട് എന്ന് അതിലാരെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കേണ്ടിയിരിക്കുന്നു. ഹൈക്കോടതി എന്തായാലും അവിടുത്തെ റിട്ടയർഡ് ജഡ്ജിനെ നിയോഗിച്ചിട്ടുണ്ട്. ആ ജഡ്ജ് തീർച്ചയായിട്ടും ശബരിമലയിൽ ഇതുവരെ വന്നു ചേർന്നിരിക്കുന്ന സ്വത്തുക്കളുടെ കണക്കെടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. സ്വർണം, വെള്ളിയും ഡയമണ്ടും മാത്രമല്ല, അവിടെ വന്നു ചേർന്നിരിക്കുന്ന ധാരാളം ഇലക്ട്രോണിക് സാധനങ്ങൾ, ധാരാളം ഭക്തര് അവർക്ക് ഇഷ്ടമുള്ള സാധനം കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ കണക്കൊന്നും ഇല്ല കൃത്യമായിട്ട്. അത് ഇനി വേണം. അതിൻ്റെ കണക്ക് ആര് സൂക്ഷിക്കുന്നു, എങ്ങനെയാണ് നടപടിക്രമം, അല്ലെങ്കിൽ അതിന് പുതിയ നിർദ്ദേശങ്ങളൊക്കെ ഹൈക്കോടതിയുടെ ആ കമ്മീഷണർ തീർച്ചയായിട്ടും നിർദ്ദേശം കൊടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും കാരറ്റിനൊരിക്കലും മങ്ങലേറ്റു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവിടെയാണ് ഈ തട്ടിപ്പിന്റെ തുടക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വത്ത് വിവരത്തെ പറ്റിയൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ. അതേസമയത്ത് അടിയന്തരമായി ഗവൺമെന്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ചെയ്യേണ്ടത്, ശബരിമലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു തട്ടിപ്പ് അത് അവിടുത്തെ വിജിലൻസ് സൂപ്രണ്ടിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് കണ്ടെത്തുന്നതല്ല മര്യാദ. തട്ടിപ്പുണ്ടെന്ന് പ്രാഥമിക നിയമനത്തിൽ കണ്ടെത്തി കഴിഞ്ഞു. അത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം അത് ക്രൈംബ്രാഞ്ചിലോട്ട് എത്രയും പെട്ടെന്ന് മാറ്റണം. ക്രൈംബ്രാഞ്ചിൽ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് തൃപ്തിയില്ലെങ്കിൽ മാത്രമേ CBIക്ക് പോകാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ മതം.